എൻ്റെ പേര് എബിൻ. പാലായിൽ നിന്ന് വരുന്നു. എനിക്കൊരു 7-8 years ആയി ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതായത് എൻ്റെ ഫാദറിന്റെ സൈഡിൽ നിന്നും 2 ഗ്രാൻഡ് പേരൻസിന്റെ സൈഡിൽ നിന്ന് അവർക്ക് ഹെറിഡിറ്റി ആയിട്ട് ഈ പറഞ്ഞ പോലെ കഷണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ എനിക്കും ഒരു 24 years ഒക്കെ ആയപ്പോഴത്തേക്ക് ഹെയർ ഫോൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം ആദ്യത്തെ ലെവലിൽ എൻ്റെ ഫ്രണ്ടിലുള്ള ഹെയർസ് നന്നായിട്ട് പോയി തുടങ്ങിയിരുന്നു. സ്റ്റേജ് 4-ലായിരുന്നു ഹെയർ ഫോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 4 വർഷം മുന്നേ ഞാൻ കോട്ടയത്ത് മറ്റൊരു ക്ലിനിക്കിൽ ചെന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഫസ്റ്റ് ലെവലിൽ ഞാൻ ചെയ്തത്. ഓൾമോസ്റ്റ് 3500 ഗ്രാഫ്റ്റ് ആണ് അന്ന് ഇംപ്ലാന്റ് ചെയ്തത്. അപ്പം അതിനുശേഷം അതിന്റെ റിസൾട്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. അതായത് 1 വർഷത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു 3 വർഷം, ഒരു 2-3 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഒരു ഹെഡിന്റെ ടോപ്പ് പോർഷനിൽ നിന്ന്, അതായത് ക്രൗൺ ഏരിയയിൽ നിന്ന് കൂടുതലായിട്ട് മുടി പിന്നീട് നഷ്ടപ്പെട്ടു. കാരണം ആദ്യത്തെ റൗണ്ടിൽ ഫ്രണ്ട് ഏരിയ മാത്രമായിരുന്നു അന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രണ്ടാമത്തെ ഇങ്ങനെ ക്രൗൺ ഏരിയയിൽ ഒരുപാട് ഹെയർ ലോസ് സംഭവിച്ചപ്പോൾ ഞാൻ പിന്നീട് സെക്കൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഡിസൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെ ഞാൻ ഡെഫിനറ്റ്ലി ആദ്യമേ ഞാൻ ചെന്ന അതേ ക്ലിനിക്കിൽ തന്നെ ഞാൻ അവിടെ ചെല്ലുകയും ഇതിനുള്ള ഒരു കൺസൾട്ടേഷൻ എടുക്കുകയും ചെയ്തു. അവിടെയുള്ള ഡോക്ടറുടെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ എടുക്കുകയും ചെയ്തു. എന്നിരുന്നാലും അവരുടെ സൈഡിൽ നിന്നുള്ള ഡോക്ടറിന്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് അത്ര ഒരു കൺവിൻസിങ് ആയിരുന്നില്ല. അതായത് അവർ ഇത്ര കോൺഫിഡന്റ് ആയിരുന്നില്ല. സെക്കൻഡ് റൗണ്ട് ഓഫ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് അത്രയ്ക്ക് കോൺഫിഡൻസ് എനിക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇവിടെ ഏറ്റുമാനൂരുള്ള ഫോളിപ്ലാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കിൽ ഞാൻ കൺസൾട്ട് ചെയ്യുകയാണ്. ഡോക്ടർ സിബി ജോസഫുമായിട്ടാണ് കൺസൾട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ വന്ന് ഞാൻ കൺസൾട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള കോൺഫിഡൻസ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. അതായത് മറ്റൊരു ട്രാൻസ്പ്ലാന്റിംഗ് ക്ലിനിക്കിൽ നിന്ന് ലഭിച്ചതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയാണ് ഉണ്ടായത്. എന്റെ ഓരോ ചോദ്യത്തിനുമുള്ള വ്യക്തമായുള്ള മറുപടി തരാൻ ഡോക്ടർ സിബിക്ക് സാധിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ അപ്പം ഞാൻ പല കാരണങ്ങൾ അതിനകത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് കിട്ടുന്ന പോസിറ്റീവ് റെസ്പോൺസ്, അതായത് എത്രമാത്രം ഡോക്ടർ കോൺഫിഡന്റ് ആണ്, മാത്രമല്ല ഈ പറഞ്ഞ ഇവിടെ ചെയ്തിട്ടുള്ള മറ്റു പല റിവ്യൂസ്, അവരുടെ റിസൾട്ട്, അതെല്ലാം കൺസൾട്ട് ചെയ്തതിനു ശേഷം ഫൈനലി ഞാൻ ഇവിടെ തന്നെ എന്റെ സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വർഷത്തിന് മുന്നായിട്ടാണ്, 1 വർഷമായിട്ട് ഒരു 10 months മുന്നായിട്ട് ഞാൻ ഇവിടെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. അപ്പം ഇപ്പൊ 10 months കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ റിസൾട്ടിനകത്ത് പൂർണ്ണമായിട്ട് ഹാപ്പിയാണ്. എനിക്ക് പ്രതീക്ഷിച്ച് എക്സ്പെക്ട് ചെയ്തതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. മാത്രമല്ല പ്രൊസീജിയർ സമയത്ത് ഇവിടെയുള്ള സ്റ്റാഫ്, ഡോക്ടറിന്റെ കാര്യം മാത്രമല്ല, സ്പെഷ്യലി ഓൾ ദ സ്റ്റാഫ്സ് ഹിയർ, അവരെല്ലാവരും നല്ലൊരു കോൺഫിഡൻസ് ആണ് എനിക്ക് തന്നത്. അതായത് ആ കെയർ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കെയർ എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞ പോലെ ഒരു ട്രാൻസ്പ്ലാന്റേഷന്റെ കൂടെ തന്നെ ഡോക്ടർ ഒരു പാക്കേജ് ആയിട്ട് അതിൻ്റെ അടുത്ത് മറ്റ് ചില ബെനിഫിറ്റുകൾ എനിക്ക് തന്നു. അതായത് PRP, GFC അങ്ങനെ കാര്യങ്ങൾ, മെഡിസിൻസ്, അതെല്ലാം ഈ ഒരു പാക്കേജിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് ഒരു ബെറ്റർ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്പ്ലാന്റേഷനാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. ഈ ഒരു ട്രാൻസ്പ്ലാന്റിന് ശേഷം ഞാൻ ഡെഫിനറ്റ്ലി കോൺഫിഡന്റ് ആയി. മാത്രമല്ല എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത്, ഫാമിലിയുടെ അടുത്ത് അവർ തന്നെ എന്റെ അടുത്ത് ചോദിക്കാൻ ഇടയായി ആ ഒരു മാറ്റത്തിനെ എല്ലാവരും അതിശയത്തോടെയാണ് കണ്ടത്. കാരണം ഡെഫിനറ്റ്ലി ആയിട്ട് ഫുള്ളി ബാൾഡായി പോയിട്ട് എന്റെ ഹെയർ മീൻസ് ഹെഡ് ഇപ്പം നല്ല രീതിയിൽ അതിനകത്ത് എനിക്കൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എന്റെ ജോബിലായാലും കരിയറിലായാലും ഈ ഒരു ഹെയർ ഗ്രോത്ത് എനിക്ക് വളരെ വല്ലാത്തൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. അത് മാത്രമല്ല ജോബി മാത്രമല്ല, ഒരു പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴും ഫേസ് ചെയ്യുമ്പോഴും ആ ഒരു ഹെയർ തലയിലുള്ളത് വല്ലാത്തൊരു കോൺഫിഡൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡെഫിനറ്റ്ലി പെയിൻ ഉണ്ടായിരുന്നു. അതെനിക്ക് ഇവിടെ മാത്രമല്ല, ഞാൻ പ്രൊസീജിയർ ചെയ്തിരുന്ന ഒരു ക്ലിനിക്കിലും അത് ബോഡിയുടെ ഇതായിട്ട് ഞാൻ കണക്കാക്കുന്നു. എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ പെയിൻ ഉള്ള സമയത്ത് പോലും അതിന് വേണ്ടുന്ന മെഡിസിൻസ് അവർ അഡീഷണൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതായത് പെയിൻ കില്ലേഴ്സ്, ലോക്കൽ അനസ്തേഷ്യയ്ക്ക് പുറമെ പെയിൻ കില്ലേഴ്സ് പ്രൊവൈഡ് ചെയ്യുകയും അതുകൊണ്ട് എൻ്റെ പെയിൻ മാത്രമല്ല, പെയിൻ തോന്നുന്ന സമയത്ത് ഒരു ബ്രേക്ക് തരാൻ ഡോക്ടർ റെഡിയായിരുന്നു. അപ്പൊ ആ ഒരു ബ്രേക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് പെയിൻ വന്നതിന് ആ ഒരു പെയിൻ കില്ലറിന്റെ സഹായത്തോടുകൂടിയും ബ്രേക്കിന്റെ സഹായത്തോടുകൂടിയും ബാക്കിയുള്ള സ്റ്റാഫുകളുടെ ഉള്ള സഹായത്തോടുകൂടിയും എല്ലാം നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചു. മറ്റൊരു ആദ്യത്തെ ക്ലിനിക്കിൽ നിന്നും എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാത്ത മറ്റൊരു ക്ലിനിക്ക് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മോസ്റ്റ്ലി എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തിരക്കി നമ്മളുടെ. അപ്പോൾ അവര് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഏറ്റുമാനൂർ, നമുക്ക് പാലക്കാട് ചേർന്ന് തന്നെ ഏറ്റുമാനൂർ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് അറിയുകയും അപ്പൊ അതിനോട് ഞാൻ ഗൂഗിൾ റിവ്യൂസ് എടുത്തു. റിവ്യൂസിനകത്തൊക്കെ ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടു. അതിനകത്ത് 1-2 പേര് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഒരു ഡിസിഷൻ എടുത്തത്. മാത്രമല്ല ഈ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം എനിക്ക് 1-2 കൺസേൺസ് ഉണ്ടായി. അതായത് ഈ പറഞ്ഞ പോലെ തലയിൽ 1-2
സ്കാർസ് ഒക്കെ കൂടുതലായിട്ട് വിസിബിൾ ആവുകയും അപ്പൊ ഞാൻ നേരിട്ട് എനിക്ക് ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുകയും ഡോക്ടർ അതിന് വേണ്ടുന്ന എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഡോക്ടർക്ക് സാധിച്ചു. അപ്പൊ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഡെഫിനറ്റ്ലി ഞാൻ ഈ മറ്റുള്ളവർക്ക് ഞാൻ ഈ ഒരു ക്ലിനിക് സജസ്റ്റ് ചെയ്യും. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ എനിക്ക് കിട്ടിയൊരു ഫൈനൽ റിസൾട്ട് അതെനിക്ക് ഡെഫിനറ്റ്ലി അതിന്റെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഹെയർ ലോസ് ഒരു പ്രോബ്ലമായി തോന്നുന്ന ആർക്കും ഇവിടെ ഡെഫിനറ്റ്ലി വരാം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഡോക്ടറിന്റെ കയ്യിൽ നിന്നുള്ള ഒപ്പീനിയൻസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഡോക്ടർ എസ്പെഷ്യലി ഞാൻ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയുന്നു. കാരണം അവരുടെ ഒരു കെയർ അത് നല്ലൊരു ഞാനെപ്പോഴും അത് കമ്പയർ ചെയ്യുന്നു. ഞാൻ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത സ്ഥലവും ഇവിടെ ഞാനെപ്പോഴും കമ്പയർ ചെയ്യുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു ഇത് ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.